നല്ല കാര്യമാണല്ലോ. നമുക്ക് ഈ ഖുർആൻ എടുക്കണമെങ്കിലേ ഉദു എടുക്കണം, കുറച്ച് ശുദ്ധിയൊക്കെ ഒന്നും കൂടി എടുക്കണം. എനിക്ക് ഓർമ്മയില്ല അതെ ഉദു അതെ. എടുത്തൊക്കെ എന്തായിരുന്നു. ശരി. അപ്പൊ ഞാൻ റൂമിൽ ഈ വന്നിട്ട് എടുത്തു. ഖുറാൻ എടുത്തല്ലോ അല്ലേ? ഖുറാൻ കയ്യിലിരിപ്പുണ്ടോ? പിന്നെന്താ. ഓക്കെ. അതിനകത്തെ ഈ നമ്മൾ ഈ 2-ാം അധ്യായം പശു വായിച്ചു വരുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് അതിന്റെ 35-ാമത്തെ ആയത്ത്, നാം പറഞ്ഞു, അല്ലയോ ആദം, താങ്കളും താങ്കളുടെ ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചുകൊള്ളുക. അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിന്ന് യഥേഷ്ടം ആഹാരം കഴിക്കുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത്. സമീപിച്ചാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും. ശരിയല്ല? ഞാൻ വായിച്ചത് ശരിയാണോ ജമാലെ? അത് ഈ ആദം ചെയ്ത പാപം എന്തുവാ? വൃക്ഷഫലത്തെ സമീപിച്ചതാണോ, അതോ വൃക്ഷഫലം കഴിച്ചതാണോ, അതോ അള്ളാഹുവിന്റെ വാക്കിനെ അനുസരണക്കേടാക്കിയതാണോ? നിങ്ങൾക്ക് എന്താ മനസ്സിലായി ബ്രദർ? അല്ല, നിങ്ങളല്ല ഖുറാന്റെ ആള്, നിങ്ങളൊന്ന് പറഞ്ഞു തരും. ഞാനിത് പഠിക്കാൻ വേണ്ടിയല്ല ചോദിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് എന്താ മനസ്സിലായി? എന്ത് മനസ്സിലായിട്ട് നിങ്ങളത് അർത്ഥം ഇത് ആയത്ത് തെരഞ്ഞെടുത്ത് നിങ്ങൾ വായിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടല്ലോ? ആദമിന്റെ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത്, സമീപിച്ചാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടു. അപ്പൊ ഈ വൃക്ഷഫലത്തെ സമീപിച്ചതാണോ, അതോ അള്ളാഹുവിന്റെ വാക്ക് തെറ്റിച്ചതാണോ, അതോ വൃക്ഷഫലം കഴിച്ചതാണോ? അതൊരു സംശയം, അതാണ് ചോദിച്ചത്. ഇതില് ഞാൻ വായിക്കട്ടെ, നോക്കട്ടെ, ഒന്ന് വായിച്ചു നോക്കട്ടെ. ഞാനിപ്പോ നിങ്ങൾ പറയുമ്പോഴല്ലേ ഇതൊക്കെ എടുത്ത് നോക്കുക. നമ്മള് പണ്ഡിതനല്ലാന്ന് ഞാൻ ആദ്യം തന്നെ പറയാറുണ്ടല്ലോ. ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുകയും അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചുകൊള്ളുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമകളായി തീരും എന്ന് ഞാൻ ആജ്ഞാപിച്ചു. എന്നാൽ പിശാച് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അവർ ഇരുവരും അനുഭവിച്ചിരുന്നതിൽ സൗഭാഗ്യത്തിൽ നിന്ന് അവരെ പുറന്തള്ളുകയും ചെയ്തു. അതടുത്തായിട്ടാ. അപ്പൊ ഇതിൽ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാല്, പിന്നെ അതിന്റെ മുമ്പത്തായത്, ആദമിനെ നിങ്ങൾ പ്രണമിക്കുന്ന മലക്കളോട് പറഞ്ഞ സന്തോഷം പ്രണമിച്ച് ഇബ്ലീസ് ഒഴികെ അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളിൽ പെട്ടവനായിരിക്കുന്നു. അപ്പൊ ഇവിടെ പല കാരണങ്ങളുണ്ട് ഈ ആയത്ത് പറയാന്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എത്രേ ഉള്ളൂ, ദൈവത്തിന്റെ അള്ളാഹുവിന്റെ ഒരു കൽപ്പന, അത് നിഷേധിച്ചതിനെ നിഷേധിക്കുകയും അത് അള്ളാഹു നിരോധിച്ചതിനെ ഉപേക്ഷിക്കുകയും അള്ളാഹു അനുവദിച്ചതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ പ്രാഥമികമായ കർത്തവ്യം. അതാണ് അവിടെ പറയുന്നത്. അത് തെറ്റിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അക്രമികളായി തീരും എന്നാണ് പറയുന്നത് ഈ ആയത്തില്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അല്ല, ഞാൻ കേട്ടു. ഞാൻ ചോദിച്ചതല്ലായിരുന്നു എന്റെ ചോദ്യം. ഇവിടെ ഈ ആദം ചെയ്ത പാപം എന്താണ് എന്നുള്ളതാണ്. കാരണം വൃക്ഷഫലത്തെ സമീപിച്ചതാണോ, അതോ വൃക്ഷഫലം കഴിച്ചതാണോ, അതോ അള്ളാഹു പറഞ്ഞ ആ വാക്കിനെ അനുസരണക്കേടാക്കി മാറ്റിയത് കൊണ്ടാണോ? ഏത് അനുസരണക്കേട് തന്നെയാണ്. സമീപിച്ചാലും ഭക്ഷിച്ചാലും അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഇതിനെ സമീപിച്ചാൽ അക്രമികയായി തീരുന്നു. പക്ഷെ അത് കാര്യത്തിലെടുത്തില്ല. അത് അതിന് തെറ്റിച്ചു പോയി. അതിന് കാരണം പിശാചായിരുന്നു. പിശാച് മനുഷ്യന്റെ ശത്രുവായിരുന്നു. അല്ല, പിശാച് മനുഷ്യന്റെ ശത്രു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മനുഷ്യനില്ലല്ലോ. ആദ്യത്തെ ആളല്ലേ ഈ ഇദ്ദേഹം എന്ന് പറയുന്നത്. അല്ല, ആദമിന്റെ മുമ്പ് പിശാച് ഉണ്ടല്ലോ. അതിന്റെ മുമ്പത്തെ ആയത്തൊന്ന് വായിച്ചു നോക്കും. 34. ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം ഇബ്ലീസ് ഒഴികെ ബാക്കി എല്ലാവരും അദ്ദേഹത്തെ പ്രണമിച്ചു. അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളിൽ പെട്ടവനായിരുന്നു. പറയുന്നുണ്ടല്ലോ, ഇബ്ലീസ് ജിന്നി വർഗത്തിൽപ്പെട്ടതല്ലേ? അതവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് പോകാം. വർഗം എന്നൊക്കെ പോട്ടെ, എന്തായാലും മനുഷ്യന്റെ ശത്രുവാണ് ഇബ്ലീസ്. അല്ല, ഞാൻ പറയുന്നത് മനുഷ്യന്റെ ശത്രുവാണ് ആദ്യത്തെ ആളെന്ന് പറയുന്നത് ആദമല്ലേ, മനുഷ്യൻ. ശരിയല്ലേ? അപ്പൊ അതിനു മുമ്പ് മനുഷ്യൻ ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല, മനുഷ്യനില്ല. ഇല്ല. അന്നേരം അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് ഈ ആദം ചെയ്തത് പറഞ്ഞോളൂ. അത് എന്താണ് സംഭവം അങ്ങനെ പറയാൻ കാരണം? എനിക്ക് പഠിക്കണ്ടേ? അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്ലീസ് എന്തെക്കാളും മലക്ക് വിഭാഗത്തിൽപ്പെട്ടതല്ല, അത് ഇബ്ലീസ് ജിന്നി വിഭാഗത്തിൽപ്പെട്ടാന്ന് ഖുറാന്റെ അകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ച വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ആദമാണല്ലോ ആദ്യത്തെ മനുഷ്യൻ. അതിനു മുമ്പ് എന്തെക്കാളും മനുഷ്യരില്ല. ഒഴികെന്ന് പറയുമ്പോ ഇബ്ലീസ് അടക്കം പ്രണാമം ചെയ്യാൻ പറഞ്ഞു എന്നല്ല അവിടെ അർത്ഥം വരിക ബ്രദറെ. അതിലിപ്പോ എന്താ സംശയിക്കാനുള്ളത്? മലക്കാണോ അല്ല? നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക എന്ന് മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. അപ്പൊ മലക്കുകളോടല്ലേ പറഞ്ഞത്? ശരിയാണോ? മലക്കുകളോടൊപ്പം ഇബ്ലീസ് ഉണ്ടായിരുന്നത്. ഇബ്ലീസ് അടക്കണല്ലോ പറഞ്ഞത്. അപ്പൊ ഇബ്ലീസ് വിസമ്മതം പ്രകടിപ്പിച്ചു. അല്ലല്ല, ഇബ്ലീസ് ഏത് മലക്ക് വർഗത്തിൽപ്പെട്ടാണോ, ജിന്നു വർഗത്തിൽപ്പെട്ടാണോ?
ഇബിലിസ് ഏത് വർഗത്തിൽപ്പെട്ടാലും മലക്കുകളോടൊപ്പം പിന്നെ സുജൂദ് നിങ്ങൾ ചെയ്യേണ്ടത് അവന്റെ ഖുറാന്റെ വാക്കിനെ ബാധ്യതയായിരുന്നു. മാറ്റിക്കളയല്ലേ, ഖുറാന്റെ വാക്കിനെ മാറ്റിക്കളയല്ലേ. ഇതില് ഖുറാന്റെ അകത്ത് പറയുന്നത് ഖുറാനിലെ ഇബ്ലീസ് മാറ്റുന്നത് ജിന്ന് വർഗത്തിൽപ്പെട്ടാന്ന്. ഏത് വർഗത്തിൽപ്പെട്ടാണെന്ന് പറഞ്ഞാൽ ഖുറാനോട് തർക്കിക്കുന്നതാണ്. ഖുറാനോട് വർക്കൊന്നും അവിടെ തർക്കിക്കാൻ പ്രശ്നമല്ല. നിൽക്കണ്ട. വർക്കല്ല, ഇബിലീസിനോട് പ്രണമിക്കാൻ പറഞ്ഞു, മലക്കുകളോടും പറഞ്ഞു. ഇബിലീസ് പ്രണമിച്ചില്ല, ഇബ്ലീസിനോട് പറഞ്ഞത് അഹംഭാവം എടുത്ത് എവിടെയാണ് മാറി ഒന്ന് നിന്നു. പറഞ്ഞേ. നിങ്ങൾ ആദവിന് സുജൂദ് എന്നാ ചെയ്ത് ശരി ശരി ശരി, മലക്കുകളോട് അത് നാം വിട്ടു പറഞ്ഞ അത് വിട്ടു സന്ദർഭം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? വിട്ടു 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 കേസ് ആ വിട്ടു. വിട്ടോ, കേസ് വിട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് എന്തോ അനുസരണക്കേട് കാണിച്ചു. അതിന്റെ 37-ാമത്തെ ആയത്തിൽ വരുമ്പോഴത്തേനും പിന്നെ ആദം തന്റെ നാഥന്റെ പക്കൽ നിന്ന് ചില വചനങ്ങൾ ഏറ്റുചൊല്ലി അങ്ങനെ അവൻ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. തീർച്ചയായും അവൻ ഏറ്റവും അധികം പശ്ചാത്താപം സ്വീകരിക്കുന്നതിനും കരുണാനിധിയുമാവുന്നു. തൊട്ട് 38-ാമത്തെ ആയത്തിന്റെ അകത്ത് പറയാണ് നിങ്ങൾ ഇവിടെ നിന്ന് കൂട്ടത്തോടെ ഇറങ്ങി പോകാൻ പറയുന്നുണ്ട്. അന്നേരം ഇപ്പൊ ഈ പശ്ചാത്താപവും പാപമോചനം സ്വീകരിച്ചോളാഹു. നിങ്ങളെല്ലാവരും പറഞ്ഞ പിശാചടക്കം പിന്നെ ആദവും ഹൗവയും. എന്നിട്ട് എന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എന്റെ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല. ഓക്കെ, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഞാൻ ചോദിച്ചു 37-ാമത്തെ ആയത്തിന്റെ അകത്ത് അള്ളാഹു പിന്നെ ആദം തന്റെ നാഥന്റെ പക്കൽ നിന്നുള്ള ചില വചനങ്ങൾ ഏറ്റുചൊല്ലി. കാരണം അള്ളാഹു തന്നെയല്ലേ ആ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, അതുകൊണ്ടാണല്ലോ ഏറ്റു ചൊല്ലുന്നത്. അങ്ങനെ അവൻ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? സ്വീകരിച്ചു. തീർച്ചയായും അവൻ ഏറ്റവും അധികം പശ്ചാത്താപം സ്വീകരിക്കുന്ന കരുണാനിധിയുമാണ്. അതിന്റെ 38-ാമത്തെ ആയത്തിന്റെ അകത്ത് എന്താ പിന്നെ പറയുന്നത്? നാം പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് കൂട്ടത്തോട് ഇറങ്ങിപ്പോവുക, തീർച്ചയായും നിങ്ങൾക്ക് എന്നിൽ നിന്ന് മാർഗദർശനം ലഭിക്കും. അതിപ്പോ ഈ പശ്ചാത്താപം സ്വീകരിച്ചെങ്കിൽ പിന്നെ എന്തിനാ അവിടെ നിന്ന് ഇറക്കി വിട്ടത്? പശ്ചാത്താപം സ്വീകരിക്കുന്നത് ഭൂമിയിലേക്കാണല്ലോ മനുഷ്യരെ നിയമിക്കുന്നത്. അത് ആദ്യം ഇതിനേക്കാളും ഒക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭൂമിയിലേക്കുള്ള പ്രതിനിധിയാണ് മനുഷ്യൻ എന്നുള്ളത്. ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു. സൂറ 2:30 പശുവിന്റെ 30 എഴുതിയിരിക്കുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചാൽ അതല്ല. ഇൻഷാ മസിക അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ഇൻഷാ മസിക എന്റെ ചോദ്യം 37-ല് പശ്ചാത്താപവും എല്ലാം സ്വീകരിച്ചയാള് 38-ാമത്തെ ആയത്തിൽ എന്തിനാ അവിടുന്ന് ഇറക്കി വിട്ടതാണ് എന്റെ ചോദ്യം. കാരണം പാപം സ്വീകരിച്ചയാള് പിന്നെ എന്തിനാ അവിടുന്ന് ഇറക്കി വിട്ടു? അവർക്ക് ദൈവം ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അവര് ഈ സംഭവം എപ്പോ ചെയ്യുന്നു അതുവരെയാണ് അവർക്ക് സ്വർഗത്തിൽ അവകാശം. ഭൂമിയിലേക്ക് വരേണ്ട ഒരു സമയമുണ്ട്. അത് എത്ര കാലം അവർ കഴിച്ചുകൂട്ടി എന്നുള്ളത് തന്നെ ചരിത്രകാരന്മാർ പറയുന്നത് അനന്തമായ കാലഘട്ടമാണ്. സ്വർഗത്തിലുള്ള കാലമില്ലല്ലോ, ഭൂമിയിലത്തെ പോലെ സമയം കാലമൊന്നും ഇല്ലല്ലോ. അനന്തമായ കാലഘട്ടം അവരവിടെ കഴിച്ചുകൂട്ടി. ഏതോ ഒരു സമയത്താണ് അവർക്ക് പിശാചിന്റെ പ്രേരണ കൊണ്ട് ഇത് ചെയ്യേണ്ടി വന്നത്. അത് ചെയ്തപ്പോ അവർക്ക് അവിടെ നിന്ന് പുറത്തു വരൽ നിർബന്ധമായി. അതിനുള്ള കാരണങ്ങളൊക്കെ പ്രവാചകൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഏത് രീതിയിലായിരുന്നു, എന്തൊക്കെയാ സംഭവിച്ചത് അവിടെ, അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവരുടെ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ. ഈ പാപമോചനം പശ്ചാത്താപം സ്വീകരിച്ച ഒരാള് നിങ്ങളുടെ ദൈവമായ അള്ളാഹു എന്തിനാണ് പിന്നെ പാപമോചനം സ്വീകരിച്ചെങ്കിൽ പിന്നെ അവന്റെ പാപം പുറത്തില്ല, പിന്നെ പ്രശ്നം തീർന്നില്ല, പിന്നെ എന്തിനാണ് അവിടുന്ന് ഇറക്കി വിട്ടത്? അവിടുന്ന് ഇറക്കി വിടല് ഇത് നടക്കേണ്ട കാര്യമാണല്ലോ. അതായത് ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുന്നു അള്ളാഹു ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ അവർക്ക് അവിടെ സ്വർഗത്തിൽ ഇഷ്ടംപോലെ സമയം കൊടുത്തു. ഇത് ഈ തെറ്റ് അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ലായിരുന്നു. അവരുടെ ബേസിക് അങ്ങനെ ഒരു നിയമം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ ഈ സ്വർഗത്തിൽ നിങ്ങളെ ഇറക്കി വിടും എന്നുള്ള എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ അവിടെ? അതന്നെ ഇപ്പൊ നമ്മൾ ഖുർആനിൽ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മൾ വായിച്ചത് അതൊക്കെ തന്നെയല്ലേ. ഇപ്പൊ വായിച്ചത് തന്നെ അതൊക്കെ തന്നെയല്ലേ. അള്ളാഹു പറഞ്ഞത് നിങ്ങൾ പിന്നെ പാപം പുറത്തു കൊടുത്തതിനാണോ നിങ്ങൾക്ക് പറയാം? പാപം പുറത്തു കൊടുത്താൽ പിന്നെ ഭൂമിയിലേക്ക് വരേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഭൂമിയിലേക്ക് വന്ന ഒരു ശിക്ഷയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. അതാണ് നമ്മളുടെ ചിന്താ വ്യത്യാസം. ഭൂമിയിലേക്ക് ഒരു ശിക്ഷയായിട്ട് ഇറക്കി വിട്ടു എന്നുള്ളത് അത് പിശാചിനെ ഇറക്കി വിട്ടു, മനുഷ്യർക്ക് പരീക്ഷണമായിട്ട് ഇറക്കി വിട്ടു. അത് ശരിയാണ്. അത് ഓൾറെഡി നിശ്ചയിക്കപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? പാപമോചനം ചെയ്യുന്നത് അള്ളാഹു പാപമോചനം ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു നരകത്തിലേക്കാണ് പിന്നെ മനുഷ്യരെ. ഭൂമിയിലേക്കൊന്നും നിർത്തേണ്ട ആവശ്യമില്ല. നേരിട്ട് നരകത്തിലേക്ക് തട്ടാം മനുഷ്യരെ. ഇനി ഇത് വേണ്ട, ഈ സാധനം വേസ്റ്റ് എന്ന് പറഞ്ഞെടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് അറിയുന്നതിന് പകരം അള്ളാഹു എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് അവസരം കൊടുത്തു. നിങ്ങൾ പാശ്ചാത്തപിച്ച് മടങ്ങൂ എല്ലാവരും. ആദം ഈ ഇങ്ങനെ ഒരു പാപം ചെയ്യണോന്നുള്ള കാര്യം എഴുതി വെച്ചതാരാ? എഴുതി വെച്ചതോ? ഇങ്ങനെ ഒരു പാപം ചെയ്യണോ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചതാരാ? അള്ളാഹു ആണോ? എഴുതി വെച്ചവന്റെ കുറ്റമല്ലല്ലോ. ഇബ്ലീസ് ആണോ അതോ അള്ളാഹു ആണോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരണ കൊടുത്തത്? പ്രേരണ മനുഷ്യർക്ക് ഉണ്ടാവുന്നതല്ലേ. ഇബ്ലീസിന് പ്രേരിപ്പിക്കാൻ കഴിയല്ലോ. മനുഷ്യന് ചില കാര്യങ്ങൾ ആദമിന്റെ ഉള്ളിലേക്ക് ഈ പ്രേരണ ഇട്ടു കൊടുത്തത് ആരാണെന്നാണ് എന്റെ ചോദ്യം. പ്രേരണ ഇട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാല് പിശാച് ചെയ്തത് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. കഴിച്ചാൽ നിങ്ങൾക്ക് അത് ഉണ്ടാവും ഇതുണ്ടാവും എന്നൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാനൊരു ഹദീസ് വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോണേ. അല്ല ഇത് പോട്ടെ, ഖുർആനിൽ നിക്ക്.
ഹദീസിലേക്ക് അല്ല, പോകാം നമുക്ക്. താങ്കളല്ലേ പറഞ്ഞ ഇതിൽ പറ മുഹമ്മദ് ഇതിലെന്താ എല്ലാം പഠിപ്പിച്ചു വന്നിട്ടോ? മുഹമ്മദ് പഠിപ്പിച്ചു വന്ന ഹദീസ് വഴിയല്ലേ? ഹദീസ് എടുക്കണ്ട, നിങ്ങൾ ഇത് ഖുർആനിൽ അതെന്താ നിൽക്ക്, ഹദീസ് എടുക്കാത്ത? എന്നിട്ട് സംസാരിക്കും. എന്നോട് ജമാല ഖുർആനിൽ എടുക്കാൻ അല്ല, വേണ്ടിട്ട് ഞാൻ ഹദീസ് എടുക്കാൻ പോകുന്നത് ഈ ആദവുമായിട്ട് ബന്ധപ്പെട്ട ഹദീസ് എടുക്കാൻ നിങ്ങൾക്ക് പോണത്. നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ഒരു ഒറ്റ മിനിറ്റ് കേട്ടാ. നിങ്ങൾക്ക് എന്നോട് ഖുർആൻ എടുപ്പിച്ചു, ഊതു എടുത്തിട്ട് വന്ന് ഞാൻ ഈ പ്രതികൂല സാഹചര്യത്തിൽ ഞാൻ ഈ ഖുർആൻ എടുത്ത് വായിച്ചു, അതൊക്കെ ശരി, എനിക്ക് അള്ളാഹുവിന് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നിങ്ങൾ ചെയ്തത് ചിലപ്പോൾ നിങ്ങൾക്കും കിട്ടുമായിരിക്കും അതിന്റെ പ്രതിഫലം. പക്ഷെ എന്റെ അടുത്ത് ഇല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ അടുത്ത് വായിക്കുമ്പോ എന്റെ അടുത്ത് ഇല്ലാത്തൊരു സാധനം നിങ്ങളുടെ അടുത്ത് വായിക്കുമ്പോ ഞാൻ അതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് എടുക്കാന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് എനിക്ക് ഹദീസിനോട് എതിരായിട്ടല്ല. നിങ്ങൾ എന്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ്? ഇവിടെ തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഒരു സൈഡിൽ അറബി, ഒരു സൈഡിൽ മലയാളം എഴുതിയിരിക്കുന്ന വേണ്ട ഇത് സാധനം നമ്മുടെ ഇരിക്കും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഇപ്പൊ കയ്യിലുള്ള ഒരു ഖുർആനല്ലേ, എന്നോട് സംസാരിക്കുമ്പോ ഖുർആനിൽ സംസാരിക്കും. ഇപ്പൊ എന്റെ അടുത്ത് ഖുർആനുള്ളത് ഡീസന്റ് പോകും മുന്നോട്ട്. അല്ലേലും ഭയങ്കര ഡീസന്റ് ആണല്ലോ ഇസ്ലാം എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അല്ല, ഇങ്ങോട്ട് കുത്തുവർത്താനം പറയാൻ തിരിച്ച് അങ്ങോട്ട് വെക്കുക. പിന്നെ കിടന്നിട്ട് മുഹമ്മദിനെ പറഞ്ഞതുകൊണ്ട് അതും ഇതും പറയരുത്. മര്യാദയ്ക്ക് സംസാരിച്ച് വേണം പൊക്കൂ. അല്ല അജീഷ് ബ്രദറെ ജമാൽ ഭായ് ഒരു മിനിറ്റ്, ഞാൻ അജീഷ് ബ്രദറിനോട് ഓഡിയൻസിനോട് ഒരു കാര്യം. ഇവിടെ കുറച്ചു മുൻപ് ഇദ്ദേഹം ഒരാളുടെ പേര് പറഞ്ഞപ്പോ നമ്മൾ ആരും മിണ്ടിയില്ല. എന്നിട്ട് പേരില്ലാത്ത ഒരാളെ പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അത് ഗൂഗിളിൽ തപ്പിയാൽ കിട്ടുമല്ലോ, ഇന്റർനെറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ ഹദീസുകളെല്ലാം ഇന്റർനെറ്റിലും അവൈലബിൾ ആണ് കേട്ടോ ജമാലെ. ഹദീസുകളും കിട്ടും. വേണ്ട തെറ്റിദ്ധരിപ്പിക്കണം. നമുക്കെന്തിനാ ശരി, നിങ്ങളുടെ അല്ല, നിങ്ങൾ പറയുന്ന ആയത്തല്ല ഞാൻ വായിക്കുന്നത് ഖുർആനിൽ, അത് എന്റെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾ പറയുന്ന ഹദീസ് വായിക്കണമെങ്കിൽ എന്റെ അടുത്ത് ഹദീസ് വേണ്ട. ശരി ശരി. അപ്പൊ ഇനി ജമാല് ആ ഒരു നിയമത്തിൽ തന്നെ, ജമാൽ ആ ഒരു നിയമത്തിൽ തന്നെ പോണ ജമാലെ. അപ്പൊ ശരി. അതിപ്പോ ഇവിടെ 37-ാമത്തെ, പിന്നെ ആദം തന്റെ നാഥന്റെ പക്കം ചില വചനങ്ങൾ ഏറ്റുചൊല്ലി, അങ്ങനെ അവൻ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. തീർച്ചയായും അവൻ ഏറ്റവും അധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാവുന്നു എന്ന് പറഞ്ഞതിന് ശേഷം 38-ാമത്തെ ആയത്തിന്റെ അകത്ത് പറയുന്നത് ഇതാണ്: നാം പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് കൂട്ടത്തോടെ ഇറങ്ങുക, തീർച്ചയായും നിങ്ങൾക്ക് എന്നിൽ നിന്ന് മാർഗദർശനം ലഭിക്കും. ആര് എന്റെ മാർഗനിർദ്ദേശനം അനുസരിച്ചോ അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല, അവർ വ്യസനിക്കേണ്ടതുമില്ല. അപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാപമോചനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിച്ചു എന്നോ ഉറപ്പാണോ? അള്ളാഹു സ്വീകരിച്ചപ്പോ അള്ളാഹു പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചു കൊടുത്തു, അതേ പ്രകാരം എന്നോട് പാപമോചനം ചെയ്ത് ഞാൻ അത് പുറത്തു കൊടുത്തു. അള്ളാഹു പറഞ്ഞു. പിന്നെന്തിനാ ഇറക്കി വിട്ടത്? ഇറക്കി വിടലെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഈ പരീക്ഷണം, ഞാൻ പറഞ്ഞില്ല, ചവറ്റുകൊട്ടയിലേക്ക് നേരിട്ട് അറിയാമായിരുന്നു അള്ളാഹു, നരകത്തിലേക്ക് അറിയാമായിരുന്നു. പക്ഷെ മനുഷ്യന് അവസരം കൊടുക്കുക എന്നുള്ള അള്ളാഹുവിന്റെ നീതിയാണ്. അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചു അവരെ. അതെങ്ങനെ സുഹൃത്തെ ശരിയാവുന്നത്? കാരണം ഇപ്പൊ നമ്മുടെ ഒരു കൊച്ചൻ ഒരു തെറ്റ് ചെയ്തപ്പോഴത്തേനും നമ്മൾ പുറത്തുനിന്ന് വന്നപ്പോഴത്തേനും ഭാര്യ പറഞ്ഞു, അതെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഒക്കെ എല്ലാം കേട്ടിട്ട് പറഞ്ഞടാ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ വന്നതല്ലേ, കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യത്തിന് എന്നെ ഞാൻ പിടിച്ചു നിർത്തി 3-4 അടി കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് ക്ഷമിച്ചതിന് തുല്യമാവുമോ? അതാണ് പറഞ്ഞത്, ഞങ്ങളിത് ശിക്ഷയായിട്ടല്ല കാണുന്നത്, ഒരു കരുണയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കാണുന്നത് ശിക്ഷയായിട്ടാണ്. അതാണ് നമ്മുടെ വ്യത്യാസം, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറയുന്നത് ഭൂമിയിലേക്ക് ഇറക്കിട്ടത് ഒരു കരുണയാണ്. അള്ളാഹു നേരിട്ട് നരകത്തിലേക്ക് അറിയാതെ ഒരു അവസരം കൊടുത്തില്ല മനുഷ്യന്, അതൊരു കരുണയല്ല അള്ളാഹുവിന്റെ. ശിക്ഷാ രീതിയായിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ഭായി? ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എങ്ങനെ? അല്ല, അങ്ങനെയാണെങ്കിൽ ജമാലെ അള്ളാഹു കാണിച്ച ഏറ്റവും വലിയ തെറ്റല്ലേ? കാരണം 30-ാമത്തെ ആയത്തിൽ പറയാം, നിശ്ചയമായും ഭൂമിയിൽ ഒരു ഖലീഫയെ ഞാൻ നിയോഗിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു എന്നിട്ട് എന്ത് ചെയ്തു? നേരെ കൊണ്ടുപോയി നിങ്ങളുടെ ജന്നത്തിൽ കൊണ്ടുപോയി സൃഷ്ടിച്ചെങ്കിൽ അള്ളാഹു അല്ലേ ഏറ്റവും വലിയ തെറ്റുകാരൻ? ഭൂമിയിൽ സൃഷ്ടിക്കേണ്ടതിനെ ഭൂമിയിൽ സൃഷ്ടിക്കണമായിരുന്നു. എന്നിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോയി സൃഷ്ടിച്ചിട്ട് അവിടെ വെച്ച് തെറ്റ് ചെയ്തതിന് ശേഷം ഇറക്കി ഭൂമിയിലേക്ക് വിടുന്നത് അള്ളാഹു കാണിച്ച പരിപാടി മോശമല്ലേ? ആരിപ്പോൾ അയാൾ കാണിച്ച വെറും മോശമായിട്ടുള്ള ഇടപാടല്ലേ അത്? അതെന്താ ജമാലെ അങ്ങനെ അള്ളാഹു ചെയ്ത്? ഭൂമിയിലേക്ക് സൃഷ്ടിക്കാനുള്ളതാണെങ്കിൽ ഭൂമി സൃഷ്ടിക്കണമായിരുന്നു. സ്വർഗത്തിൽ നിങ്ങളുടെ ജന്നത്തിൽ കൊണ്ടുപോയി സൃഷ്ടിച്ചതിന് ശേഷം അവിടുന്ന് ഒരു തെറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് ഇറക്കി വിട്ടിട്ട് ജമാൽ ഇപ്പൊ പറയാണ് ഭൂമിയിലേക്ക് സൃഷ്ടിക്കാനുള്ളവരായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ ആദ്യമേ സ്വർഗത്തിൽ സൃഷ്ടിച്ചു, അതിനുശേഷം ഞാൻ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു എന്ന് പറയുമ്പോഴത്തേനും അള്ളാഹു ചെയ്ത പരിപാടി വളരെ മോശമല്ലേ? അത് മലക്കുകളുടെ കൂട്ടത്തിൽപ്പെടാത്ത ജിന്നു വർഗത്തിൽപ്പെട്ട ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറയാൻ അവൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ മാറി ഇന്നപ്പോഴത്തേനും അള്ളാഹു എന്ത് ചെയ്തു? ഇതാണ് ആകെ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ ജമാൽ എന്ന് പറഞ്ഞേ, ഭൂമിയിലേക്ക് സൃഷ്ടിക്കാനുള്ള ഭൂമിയിൽ സൃഷ്ടിക്കട്ടെ, പക്ഷെ ഇവിടെ പാപം മോചിച്ചെങ്കിൽ, അള്ളാഹു പാപമോചനം സ്വീകരിച്ചെങ്കിൽ
എന്തിനാണ് പിന്നെ ജന്നത്തിൽ നിന്ന് അവിടെ ഇറക്കി വിട്ടത്, സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടത് എന്തിനാണ്? അത് പറയൂ ജമാലെ. ഞാനൊക്കെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അള്ളാഹു അവിടെ സ്വർഗത്തിൽ സൃഷ്ടിച്ചു. സ്വർഗത്തിലേക്കാണ് നിങ്ങളുടെ യഥാർത്ഥ വീട് സ്വർഗമാണെന്നാണ് അള്ളാഹു വേറെ ആയത്തുകളിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷെ അവൻ അനുസരണക്കേട് കാണിച്ചു. ഭൂമിയിലേക്ക് മനുഷ്യരെ സ്വർഗത്തിലേക്കാണ് സൃഷ്ടിച്ചത് എന്നുള്ളതിന്റെ ആയത്വം തന്നെ ഖുറാനല്ല താങ്കളുടെ ഇരിപ്പില്ല. ആ ആയത്വം തന്നെ ചാടിപ്പോണ്ട, ഇതിൽ തന്നെ നിൽക്കാം നമുക്ക്. അതായത് അല്ലല്ല ഇതിലല്ല, താങ്കൾ ഇപ്പൊ അല്ല, എനിക്കത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഖുറാനല്ലേ നമ്മുടെ ഇരിക്കുന്നത്. തഫ്സീർ ഹദീസുകളും തഫ്സീറും ഒന്നും ഇല്ലല്ലോ ജമാലിന്റെ. ഞാനത് എടുക്കുന്നില്ല. അപ്പൊ ജമാന്റെ ഉള്ള ഖുറാനിൽ നിന്ന് എന്നെ ഒന്ന് വിശ്വസിപ്പിച്ചേ. മനുഷ്യരെ സ്വർഗത്തിലേക്കാണ് സൃഷ്ടിച്ചത് എന്നുള്ള ആ ആയത്വം തന്നെ 39 ഒന്ന് വായിച്ചു. 39 അതിന്റെ തൊട്ട് താഴെ ഇല്ല, അതൊന്ന് വായിക്കും. 39. എന്നാൽ അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ, അവർ നരകവാസികളാവുന്നു, അവരതിൽ നിത്യവാസികളാവുന്നു. പക്ഷെ മനുഷ്യരെ സ്വർഗത്തിലേക്ക് സൃഷ്ടിച്ചതാണെന്ന് ജമാല് പറഞ്ഞു. ആ സ്വർഗം എന്ന് പറയുന്നൊരു വാക്കുപോലും ഇവിടെ ഇല്ലല്ലോ ജമാലെ. ഇവിടെ എന്താ സംഭവിച്ചു? എന്ത് സംഭവിച്ചു? 39 വായിച്ചപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ? എന്തുവാണ്? എന്നിൽ അവിശ്വസിക്കുകയും നമ്മുടെ അല്ലല്ല എന്നിൽ ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഖുറാനായത്ത് വായിക്കുമ്പോൾ അവിശ്വാസിയും വിശ്വാസിയാണെങ്കിലും ഖുറാനായത്ത് വായിക്കുമ്പോൾ യഥാർത്ഥ മുസ്ലിം മിണ്ടാതിരിക്കണമെന്ന് ഖുറാൻ തജ്വീദ് വിജ്ഞാന പുനരുത്ഥാനത്തിൽ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഖുറാൻ ആയത്ത് വായിക്കാൻ പോകുമ്പോൾ ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ 2 മലക്കുകളുണ്ട്, മുൻകീറും നക്കീറും. കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല, പണി മേടിക്കരുത്. എന്നാൽ അവിശ്വസിക്കുക അങ്ങനല്ല. പിന്നെ ഒരാൾ ഒരു ഹർഫ് വായിച്ചു കഴിഞ്ഞാല് പിന്നെ 10 നന്മയാണ് എഴുതപ്പെടുന്നത്, 10 തിന്മ വായിക്കപ്പെടുന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്കത് ബാധകമാകുമെന്ന് അറിയില്ല. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഒരു നന്മ എനിക്ക് വേണ്ട. ഞാനിപ്പോ ഇത് പറയുന്ന ഈ ഖുറാനായത്ത് കേട്ടു. എന്നാൽ അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ, അവർ നരകവാസികളാകുന്നു, അവരതിൽ നിത്യവാസികളാകുന്നു. പക്ഷെ മനുഷ്യരെ സൃഷ്ടിച്ചത് സ്വർഗത്തിലേക്കാണെന്നാ ജമാല് പറഞ്ഞു. ആ ആയത്ത് തരാനാ പറഞ്ഞു. ഇവിടെ നരകമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. 39 നിങ്ങൾ വായിച്ചില്ലേ? ഞാൻ പറയട്ടെ. അപ്പോ ഈ പിന്നെ ആദം ചെയ്തത് എന്തറിയോ? ദൈവത്തിന്റെ കാര്യത്തിൽ നിഷേധമാണ് ചെയ്തത്. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയണം. പക്ഷേ അള്ളാഹുവിന്റെ കരുണയാണ് നമുക്ക് ഭൂമിയിൽ ഒരു ചാൻസ് തന്നു. ഭൂമിയിൽ കിയാമം വരെയുള്ള ആളുകൾക്ക് ജനിക്കാനുള്ള സാധ്യത. എനിക്കും നിങ്ങൾക്കൊക്കെ ഭൂമിയുടെ ജീവിതം ആസ്വദിക്കാൻ പറ്റി. ഈ പരീക്ഷണങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പിന്നെ ഈ അള്ളാഹു പറഞ്ഞതുപോലെ നമുക്ക് വരുന്ന മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് വന്നെത്തിയത് നമ്മൾ കാണുമ്പോൾ, അതായത് പരിശുദ്ധ ഖുർആനും പ്രവാചകന്മാരൊക്കെ വരുന്നത് കാണുമ്പോൾ നമ്മൾ ആ മാർഗദർശനം പിൻപറ്റി അങ്ങനെയുള്ളവർക്ക് അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിച്ചു, നിങ്ങൾക്ക് അവസരം തന്നു, നിങ്ങൾ തെറ്റുകൾ ജീവിതത്തിൽ ഒരുപാട് ചെയ്തു, നിങ്ങൾ പശ്ചാത്താപം ചെയ്തു, നിങ്ങൾ ആ പരീക്ഷണങ്ങളൊക്കെ സന്മാർഗം വന്നു കിട്ടിയപ്പോ നിങ്ങൾ അത് അംഗീകരിച്ചു. ഓക്കെ, ഫിനിഷ്. നിങ്ങൾ ഇനി സ്വർഗത്തിലേക്കുള്ളതാണ്, തിരിച്ച് അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് അള്ളാഹുവിന്റെ ഒരു കരുണയാണ്. ഇത്രയും സംഭവങ്ങള് നിങ്ങൾ കാണുന്നത് ശിക്ഷയായിട്ടാണ്. അത് നമ്മൾ തമ്മിലുള്ള വ്യത്യാസമാണ്, ചിന്താഗതിയുടെ വ്യത്യാസമാണ്, വേറെ ഒന്നല്ല. ഓക്കെ. അല്ല, ഈ പറയുന്ന കാര്യത്തിന്മേല് ഈ സ്വർഗത്തിലേക്കാണ് മനുഷ്യരെ കൊണ്ടുപോകാനിരിക്കുന്ന ഖുറാനായത്തുണ്ടെന്ന് ഖുറാനിൽ ഉണ്ടെന്ന് ജമാല് പറഞ്ഞു. ആ ഖുറാനായത്ത് എവിടാ? മനുഷ്യരെ സൃഷ്ടിച്ചത് സ്വർഗത്തിലേക്കാണെന്നുള്ളതിന്റെ അതൊക്കെ നോട്ട് വെച്ചത് ഇല്ല. ഒന്ന് പറയൂ. ഞങ്ങൾ ആരെയും ഇപ്പൊ എന്റെയും ഖുറാൻ ഇരിപ്പുണ്ട്, ജമാലിന്റെയും ഖുറാൻ ഇരിപ്പുണ്ട്. ഹദീസ് എടുക്കാൻ പോയാലല്ലേ ജമാലിന്റെ ഇല്ലാത്തത്. അതൊന്ന് പറഞ്ഞേ, ഞാൻ ഒന്ന് വായിക്കട്ടെ. അറിയില്ല കേട്ടോ, എനിക്കറിയില്ല. അറിയാത്ത കാര്യമാണ്. ഒരു അറിയത്തില്ല എന്ന് അറിവുണ്ടെങ്കിൽ ഇപ്പൊ ഖുറാനായത് പറഞ്ഞു തരത്തില്ല. എവിടെ ജമാൽ എഴുതിയിരിക്കുന്നത്? എന്റെയും ഖുറാൻ ഇരിപ്പുണ്ട്, ജമാലിന്റെയും ഖുറാൻ ഇരിപ്പുണ്ട്. ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയല്ല. ഹദീസ് എടുത്ത് ചിലപ്പോൾ തെറ്റിദ്ധാരണയായി പോയാലോ. ക്ലബ് ഹൗസിൽ നല്ല പണ്ഡിതന്മാര് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അവരോടൊന്ന് സംസാരിക്കാനുള്ള ഒരു ഇതില്ല. എന്ത് ആരാ? എം അക്ബറാണോ? ഇഷ്ടംപോലുണ്ട്. ഇല്ല, എം അക്ബർ ഒന്നല്ല. ഈ ക്ലബ് ഹൗസിലെ നമുക്ക് ഞാനൊക്കെ കേട്ട് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതോ മറ്റേ അദ്ദേഹം ഉണ്ടല്ലോ, ആരാണ്? നിസു ആണോ? ആരാണ്? അല്ല, നിസുവിനൊന്നും ഖുർആൻ അറിയില്ല നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനോട് നിങ്ങൾ ഖുർആനെ പറ്റി സംസാരിച്ചു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, നിസു അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം ഇപ്പം ഉള്ളതിലിപ്പോ അത്യാവശ്യം പണ്ഡിതന്മാരുടെ പേര് ഞാൻ പറയാം. ആരിസ് മദനിയോ അല്ലെങ്കിൽ എം അക്ബർ, സജീർ ബുഖാരി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരിൽ വേണമെങ്കിൽ ഞങ്ങളൊരു പരസ്യവേദിയിൽ ഒരു സ്റ്റേജ് ഒരുക്കിയിട്ടിട്ട് വർഷങ്ങളായി, ആരെയും കാണുന്നില്ല. അത് വേറൊരു എം അക്ബർ ആ വഴി പോയി പോട്ടെ. നിങ്ങൾ ചിലതെന്തറിയോ, അത് നമ്മുടെ ചുറ്റുപാട് നമുക്ക് കുറെ നിബന്ധനകളുണ്ടല്ലോ. അതായത് ആയത്തങ്ങ് പറഞ്ഞു കൊടുക്കുക. നമ്പർ അറിയില്ല. അപ്പൊ ഈ ജമാലെ ഈ മാർഗദർശനം എന്ന് വെച്ചാൽ എന്താണ് ജമാലെ?
മാർഗദർശനം എന്ന് പറഞ്ഞാൽ അതാണ് ദീൻ. ദീൻ എന്ന് പറയുന്നത് ഞാൻ ഒന്ന് പിന്നെ നോക്കട്ടെ. ഹിദായത്ത് ഹുദ വന്ന് കിട്ടുന്നവരെന്നാ പറയുന്നത്, മാർഗദർശനം വന്ന് കിട്ടുന്നവര്. മാർഗം മാർഗദർശനം പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ മുന്നിലുള്ള മാർഗദർശനം. പരിശുദ്ധ ഖുർആനാണ്. ഉറപ്പാണോ? മാറ്റം വല്ലതും ഉണ്ടോ? നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനല്ലേ, അതല്ലേ ഈ പറഞ്ഞു തരുന്നത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ. പിന്നെന്താ ഖുർആനാണ് യഥാർത്ഥ മാർഗദർശനം അല്ലേ? മാറ്റൊന്നുമില്ലല്ലോ അല്ലേ? ഖുർആനാണ് മാർഗദർശനം. ഖുർആൻ മാർഗദർശനമാണല്ലോ. ഇതിപ്പോ അത് നിങ്ങൾ പറയുന്നത് ഞാൻ ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്നത് 44-ാമത്തെ ആയത്തെടുത്ത് നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കും. ഞാനിപ്പോ പേജൊന്നും മറിച്ചിട്ടില്ല, ഇതിൽ കാണുന്നത് ഇങ്ങനെ വായിച്ചു. നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്ത് ജമാലെ ആലു ഇമ്രാൻ. ഈ ആലു ഇമ്രാൻ എടുക്കുന്നതിന് ആദമിന് പഠിപ്പിച്ചതല്ലേ ഇസ്തിഗ്ഫാർ ചെയ്യാന്, പാപമോചനം തേടാന്. അപ്പൊ ഇടക്കിടക്ക് പറയണത് നല്ലതാ. പറയും. ആലു ഇമ്രാൻ എടുത്തെങ്കിൽ ആ 3ഉം 4ഉം ഒന്ന് വായിച്ചേ. യേശു തന്നെ സത്യദൈവമേ, യേശു തന്നെ സത്യദൈവമേ. യേശു എന്ന് പറഞ്ഞ ഈസാനബിയല്ലേ? അവനല്ല, ആ കള്ളനല്ല, കള്ളത്തരത്തിന് കൂട്ടിയിരുന്നവനല്ല ഈസാ നബി. ഇവിടെ യേശുക്രിസ്തു വേറെയാണ്. മോട്ടിച്ചവന് നിങ്ങളതിന് പെടില്ലാതെ പഴയ ക്രിസ്ത്യാനികൾ നിങ്ങൾ പെടില്ല എന്നാ പറഞ്ഞത്. നിങ്ങളങ്ങനെ ഇസ്ലാമിൽ പെടുന്ന വെറുതെ ജമാലെ വിഷയം മാറ്റില്ല. മുഹമ്മദ് ആരാണെന്ന് ഞാനിവിടെ ഞാൻ 3ഉം 4ഉം വായിച്ചോന്നേ. 3ഉം 4ഉം പറഞ്ഞില്ലേ? അതെ, ആവശ്യമില്ലാത്ത തൂങ്ങിയേക്കാണല്ലോ. അത് ഞാൻ പിന്നെ വെറുതെ യേശുക്രിസ്തുവിനെ വല്ലതും ക്രിസ്ത്യാനിറ്റിയെ വല്ലതും പറഞ്ഞ ഞാൻ മുഹമ്മദ് ആരാണെന്നുള്ള ഞാൻ ഇവിടെ വെച്ച് പറയും. പിന്നെ ഹദീസുകളുടെ കൂമ്പാരമായിരിക്കും. പിന്നെ കടന്നുകൊണ്ട് കരയരുത്. അല്ലാഹു അല്ലാതെ ഒരു ദൈവവും ഇല്ല. അത് രണ്ടാമത്തെ ആയത്തല്ല, ഞാൻ 3ഉം 4ഉം വായിക്കാനാ പറഞ്ഞത്. ഞാൻ സാധാരണ എന്താ പറയുക, നിങ്ങൾ പറയുമ്പോ അതിന്റെ മുമ്പത്തൊന്ന് വായിച്ചു നോക്കണ്ട. അത് നല്ല കാര്യം, വായിച്ചു. 3 അവൻ ഈ കാരണം അത് നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലെങ്കിൽ അവൻ ഈ വേദഗ്രന്ഥത്തെ മുൻ വേദങ്ങളെ ശരിവെക്കുന്നതായിക്കൊണ്ട് സത്യവുമായി നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. മുൻവേദങ്ങൾ ഏതൊക്കെയാ? ഈ മുൻവേദങ്ങൾ ഏതൊക്കെയാ? തൗറാത്തും ഇഞ്ചീലും. അപ്പൊ കുഴപ്പമൊന്നുമില്ല. മുമ്പോട്ട് പോട്ടെ. തൗറാത്തും ഇഞ്ചീലും. അതിന് ഏതാണ് 4 വായിക്കണോ? അടുത്ത വായിച്ചു. ഇല്ല, നിങ്ങളെ കയ്യിലിരിക്കുന്ന തൗറാത്തും ഇഞ്ചീലും എന്നോട് പറയരുത് കേട്ടാ. നിങ്ങളുടെ ഇരിക്കുന്ന ഖുർആനാണ് യഥാർത്ഥ ഖുർആനെന്ന് എന്നോട് പറഞ്ഞോണ്ട് വരരുത്. ഇതൊരു ചവർ പുസ്തകമാണ്, അത് വായിച്ചോളൂ. നിങ്ങളുടെ ഇരിക്കുന്നതാണ് യഥാർത്ഥ ഖുർആനെന്നും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് നിങ്ങളുടെ ഇരിക്കുന്നതല്ല യഥാർത്ഥ. വായിച്ചോ ജമാലെ, വായിച്ചോ. ജമാലിന്റെ ഇപ്പോഴത്തെ മുസ്ലിങ്ങളുടെ ഇരിക്കുന്ന വെറും ആ സാധനം എടുത്തോണ്ട് എന്റെ അടുത്തേക്ക് യഥാർത്ഥ ഖുർആനാന്നും പറഞ്ഞോണ്ട് വരാൻ നിക്കണ്ട. ഇപ്പൊ ഇത് 3ഉം 4ഉം വായിക്കും. 4ാമത്തെ ആയത്ത്. മൂന്നാമത്തെ തീരുമാനത്തില് എന്റെ ആദ്യത്തെ ഒരു ചോദ്യത്തിന് 3ാമത്തേതിൽ തീരുമാനമായി. മനസ്സിലായല്ലോ? ഇനി അടുത്ത വായിച്ചു. ഇതിനു മുമ്പ് മനുഷ്യർക്ക് മാർഗദർശനത്തിനായി സത്യ അസത്യ വിവേചനത്തിനുള്ള പ്രമാണവും അവൻ അവതരിപ്പിച്ചിരിക്കുന്നു. മോനെ, അതിന്റെ ഇടയ്ക്ക് ചെറിയ ചില സാധനങ്ങളുണ്ട്. അതിന്റെ ഇടയ്ക്ക് ചില സാധനങ്ങളുണ്ടല്ലോ. അല്ല, കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം എന്റെ അടുത്ത് അതിന്റെ കറക്റ്റ് അർത്ഥമുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്റെയിലും കറക്റ്റ് അർത്ഥമുള്ള എന്റെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് അർത്ഥമുള്ളതാണ്. ഇതിനു മുമ്പ് ഞാൻ വായിക്കട്ടെ, എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ വായിച്ചോ. എന്റെ അടുത്തുള്ള ഞാൻ വായിക്കാം. ശരി, ഞാൻ വായിക്കാം. മനുഷ്യർക്ക് മാർഗദർശനത്തിനായി സത്യാസത്യ വിവേചനത്തിനുള്ള പ്രമാണവും അവൻ അവതരിപ്പിച്ചിരിക്കുന്നു. എന്നാ ഞാൻ എന്റെ ഉള്ളത് വായിക്കട്ടെ.
നിങ്ങൾക്ക് തീർച്ചയായും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവരാരോ അവർക്ക് കഠിനമായ ശിക്ഷയാണുള്ളത്. അള്ളാഹു പ്രതാപിയും ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവരുമാകുന്നു. അതാണ് എന്റെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിന്റെ വിവക്ഷ. ഇനി എന്റെയിലുള്ള നിങ്ങളുടെ ഖുർആന്റെ ഇത് ഞാൻ വായിക്കാം. അവൻ ഖുർആനെ അറബ് നോക്കേണ്ടി വരും. അറബ് എന്റെ ഒരു സൈഡിൽ അറബി ഒരു സൈഡ് മലയാളമാണ്. ഇനി എന്റെ നിങ്ങൾ വായിച്ചു നോക്കട്ടെ. വായിക്കാം. അവൻ ഖുർആനെ സത്യസന്ധമായും അതിന്റെ മുമ്പുള്ളവയെ വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതായും താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ഇതിനു മുമ്പ് ജനങ്ങൾക്ക് മാർഗദർശനത്തിനായി തൗറാത്തും ഇഞ്ചീലും അവൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുണ്ടോ ജമാലെ നിങ്ങളുടെ പരിഭാഷയില്? അല്ല, ഇതില് മൂന്നാമത്തെ ആയത്തും നാലാമത്തെ ആയത്തും നിങ്ങൾ രണ്ടും കൂടി വായിക്കുന്നത്. ശരി, ഇനി 3, 4 പ്രത്യേകമായിട്ട് വായിക്കാം. എന്തേ മൂന്നാമത്തെ വായിക്കാം. ഈ ഗ്രന്ഥത്തെ അതിനു മുമ്പുള്ളതിനെ ശരിവെച്ചുകൊണ്ട് സത്യസമേതം നിനക്കവൻ ഇറക്കി തന്നിരിക്കുന്നു. തൗറാത്തും ഇഞ്ചീലും അവൻ ഇറക്കിയിട്ടുണ്ട്. മുമ്പേ 4-ാമത്തെ ആയത്ത് വായിക്കുന്നു. മുമ്പേ തന്നെ മനുഷ്യർക്ക് മാർഗദർശനമായിട്ട് തൗറാത്തും ഇഞ്ചീലും അവൻ ഇറക്കിയിട്ടുണ്ട്. ഇതിന് മുമ്പ് എന്നാണ് അല്ലേ? മുമ്പേ തന്നെ മനുഷ്യർക്ക്, ഇതിനു മുമ്പേ എന്നല്ല, മുമ്പേ തന്നെ മനുഷ്യർക്കെന്ന് ഒരു പരിഭാഷയിൽ കിടക്കുന്നു. ഒരു പരിഭാഷയിൽ ഇതിനു മുമ്പ് ജനങ്ങൾക്ക് അല്ല, താങ്കളിൽ ഇരിക്കുന്ന പരിഭാഷയും എന്റെ ഇരിക്കുന്ന 2 പരിഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിലേതാ ശരി? ഇതില് മിൻ ഖബൽ, അതായത് മുമ്പ്. നമുക്ക് ഏത് അറബ് അറിയുന്ന ഗൾഫിലുള്ള ഒരു താങ്കൾ ആയിരുന്നു ചോദിച്ചു. മിൻ ഖബൽ തൊട്ട് മുമ്പ്, ഇതിന് മുൻപ്, ഉള്ളത്. ഞാൻ അറബ് നോക്കട്ടെ എന്ന് പറഞ്ഞത്. ശരി, ഇതിന് മുമ്പേ ഉള്ളതെന്ന് പറഞ്ഞു. അറബ് അറിയാന്നുള്ള ഒരു ഇരിപ്പുണ്ട്. പിന്നെ അറബിയിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തമ്മിൽ സംസാരിക്കേണ്ടി വരുവാണേ. പിന്നെ തെറ്റ് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ പുള്ളി ഇടപെട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. മിൻ ഖബൽ, ഇതിന് മുമ്പ്. ശരി, അപ്പൊ മുമ്പേ തന്നെ മനുഷ്യർക്ക് മാർഗദർശനമായിട്ട് എന്തൊക്കെ ഇറക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? വായിച്ചു, ആയത്ത് വായിക്ക്. മുമ്പേ തന്നെ മനുഷ്യർക്ക് മാർഗദർശനത്തിനായിട്ട് തൗറാത്തും ഇഞ്ചീലും അവൻ ഇറക്കിയിട്ടുണ്ട്. ഇതിനു മുൻപ് മനുഷ്യർക്ക് മാർഗദർശനമായി സത്യാസത്യ വിവേചനത്തിനുള്ള പ്രണാമവും. ആ പരിഭാഷ തെറ്റാണെന്ന്. കാരണം ആ പരിഭാഷയിൽ തൗറാത്തും ഇഞ്ചീലൊന്നും എഴുതിയിട്ടുണ്ടോ? ഇതിലുണ്ട്. അതായത് ആദ്യത്തെ ആയത്തിലാണുള്ളത്. ഇതിൽ രണ്ടാമത്തേലില്ല. ആദ്യത്തെ ആയത്ത് എങ്ങനെ വരുന്നത്? മിൻ ഖബലു ഹുദൻ ലിന്നാസി, മനുഷ്യർക്ക് ഇതിൽ ഹുദയുണ്ട്. ഇതിന്റെ മുമ്പുള്ളതില് മൂന്നാമത്തെ ആയത്ത് മാത്രം വായിച്ചു. മൂന്നാമത്തെ ആയത്ത് മാത്രം വായിച്ചു. മൂന്നാമത്തെ ആയത്ത് മാത്രം ഒന്ന് വായിച്ചേ. മൂന്നാമത്തെ ആയത്ത് മാത്രം വായിച്ചേ മലയാളം. മൂന്നാമത്തെ ആയത്ത് നസ്സല അലൈക്കൽ കിതാബ്, അതായത് അവൻ ഈ വേദഗ്രന്ഥത്തെ ഇറക്കി ബിൽ ഹഖി, സത്യമാക്കുന്നത്. അവനൊന്നുമില്ല. തള്ളല്ല. ഈ അറബി വായിച്ചിട്ട് അർത്ഥം വെക്കുമ്പം തള്ളരുത്. മിൻ ഖബൽ ഞാൻ പിന്നെ എടുക്കാം കേട്ടോ. അറബി വായിച്ചിട്ട് മലയാളം വെക്കുമ്പം തള്ളിയതിനകത്തോട്ട് കയറരുത്. അവൻ എന്നൊരു വായിച്ചതിനകത്തില്ല. അല്ല സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്കൊരു ഖുറാന്റെ പരിഭാഷ ഇത് പ്ലേ സ്റ്റോറിൽ നിന്നുള്ളത് തന്നായിരുന്നു. അതെടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കിയേ. നമ്മൾ പറയുന്നത് ഇദ്ദേഹം പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? മൂന്നിന്റെ 3-4 ഈ ഗ്രന്ഥത്തെ അതിനു മുമ്പുള്ളതിനെ ശരിവെച്ചുകൊണ്ട് സത്യാസമേതം നിനക്ക് അവൻ ഇറക്കി തന്നിരിക്കുന്നു. തൗറാത്തും ഇഞ്ചീലും അവൻ ഇറക്കിയിട്ടുണ്ട്. മുമ്പേ തന്നെ മനുഷ്യർക്ക് മാർഗദർശനമായിട്ട് തൗറാത്തും ഇഞ്ചീലും അവൻ ഇറക്കിയിട്ടുണ്ട്. ശരിയാണോ? പണ്ട് മുതൽക്കേതാണ് യഥാർത്ഥ ട്രാൻസ്ലേഷൻ. ആര് പറഞ്ഞു? ഞാൻ ഫോട്ടോ എടുത്തിട്ടാണോ ഇപ്പൊ DP? അറബി തന്നെ എടുക്കാം. 4-ന്റെ 3-ന്റെ 3-4 ആലു ഇമ്രാൻ 3-4. 3 വേണ്ട, 4-ലുണ്ടോന്ന് ഞാൻ ചോദിച്ചു. 4 നിങ്ങൾ വായിക്കും. 4-ലുണ്ടെന്നേ. തൗറാത്തും ഇഞ്ചീലൊന്നും തന്നെ എഴുതിയിട്ടുണ്ട്. ശരി, അത് നിങ്ങളുടെ പരിമിതിയായിട്ട് ഞാൻ കണക്കൂട്ടുന്നു. പോട്ടെ. എങ്ങനെ പരിമിതി? ഒരുമാതിരി വർത്താനം പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ആൾക്കാർ പരിഭാഷപ്പെടുത്തിയ പുസ്തകം എടുത്തു വെച്ചിട്ട് ഞാൻ വായിക്കുമ്പോൾ ഞങ്ങളുടെ പരിമിതിയാന്ന് പറയുന്നു. നിന്റെ ആൾക്കാർ എഴുതി വെച്ച പുസ്തകമാണ്. കള്ളത്തരം പറഞ്ഞുകൊണ്ട് വരരുത്. ഞാൻ ഒച്ച കൂട്ടി സംസാരിക്കും. ഞാൻ വൃത്തിയായിട്ട വർത്താനം പറഞ്ഞുകൊണ്ട് വരരുത് കേട്ടോ ജമാലെ.
കച്ചറക്കില്ല. ഞാൻ കച്ചറക്കെന്ന് വെച്ചാൽ വൃത്തിയായിട്ട വർത്താനം പറയും. നിന്റെ പണ്ഡിതന്മാർ 3-4 പരിഭാഷ അവർക്ക് തോന്നിയ രീതിയിൽ എഴുതി വെച്ചപ്പോഴത്തേനും ഞാൻ അതെടുത്ത് വായിച്ചപ്പം ഞങ്ങളുടെ പരിമിതിയാന്ന് പറയുന്നു. നിങ്ങളുടെ പണ്ഡിതന്മാരുടെ കഴിവുകേടാണ്, നിങ്ങളുടെ അള്ളാഹുവിന്റെ കഴിവുകേട്, നിന്റെ മുഹമ്മദിന്റെ കഴിവുകേടാണത്. വൃത്തിയായിട്ട വർത്താനം പറഞ്ഞു. പിന്നെ അല്ലാതെ എന്തറിയോ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങളെ ഇട്ടിട്ടുണ്ട്, അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം വന്നിട്ട് കാര്യമില്ല. അതായത് നമ്മൾ ചർച്ച ചെയ്യല്ലേ, ഞാൻ ഒന്നും കൂടി പറയാം. 3-ാമത്തെ ആയത്തില് ഇഞ്ചില് പിന്നെ തൗറാത്ത് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സമ്മതിക്കുന്നു, കുഴപ്പമില്ല, നീ വായിച്ചോ, കുഴപ്പമില്ല. ആയത്തിനില്ല, അത് നീ ഒരു കാര്യം നോക്ക്, നീ ഇവിടെ DP കിടക്കുന്ന നോക്ക്, ആ DP-യിലേക്ക് ഒന്ന് നോക്കിയേ. ഞാൻ നോക്കില്ല, DP അല്ല, അതില് 3-ാമത്തെ ആയത്തിൽ ഇഞ്ചില് ഫുർഖാനില്ല. 4-ാമത്തെ ആയത്തിന്റെ അകത്തുണ്ടോ? 3-ാമത്തെ ആയത്ത് ഞാൻ തരാം. 4-ാമത്തേന്റെ അകത്തുണ്ടോ നോക്കിയേ. നീ ഇവിടെ DP കിടക്കുന്ന നോക്ക്. ഇവരുടെ പണ്ഡിതന്മാര് പല സാധനം എഴുതി വെച്ചിട്ട് നമ്മളതെടുത്ത് ഓരോ ഇതിൽ നിന്നും എടുത്ത് വായിക്കുമ്പോഴത്തേക്ക് പറയാം നമ്മുടെ പ്രശ്നമാണെന്ന്. അത് നിങ്ങളുടെ കഴിവുകേടാണ്, നിങ്ങളുടെ മുഹമ്മദിന്റെ, നിങ്ങളുടെ ഇസ്ലാമിന്റെ കഴിവുകേടാണ്. ഓരോരുത്തർക്കും തോന്നിയ രീതിയിൽ ഓരോന്ന് എഴുതി വെച്ചത്. ഞാൻ ഇനി എടുക്കാം, അടുത്ത പരിഭാഷ എടുക്കാം. അതിൻ്റെ അകത്ത് ഇനിയും വേറെ ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കാൻ പഠിക്കണം. നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെ. അജീഷ് ബ്രദറെ ഒരു സെക്കൻഡ്, അതിനകത്ത് ഈ 3-ാമത്തെ ഈ ആയത്തിനകത്ത് തൗറാത്തിനെ വേർഡ് ടു വേർഡ് വരുമ്പോ തൗറാത്തിനെ ഇഞ്ചീലിനെ അതേ നമ്മുടെ വേർഡ് ടു വേർഡ് സാധനമല്ലേ ഇരിക്കുന്നത്, അത് വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ പറഞ്ഞിട്ട് 3-ാമത്തെ ഈ ഗ്രന്ഥത്തെ അതിന് മുമ്പുള്ളതിനെ ശരി വെച്ചുകൊണ്ട് സത്യാസമയം നിങ്ങൾക്ക് 3-ാമത്തെ ആയത്തിൽ വേർഡ് ടു വേർഡ് എഴുതിയിരിക്കുകയാണ്. അതുണ്ട്, ശരിയാണോ? അതിനകത്ത് ഇല്ലെന്ന് പറയുന്നത്. 3-ാമത്തെ ആയത്തിലുണ്ട്, 4-ാമത്തേലില്ലെന്ന് ഞാൻ പറഞ്ഞു. ഒരാളുടെ DP നോക്കുന്നേ. ശരി വിട്, കെട്ട്. ഓക്കെ ഞാൻ സമ്മതിച്ചു. അതില്ല, അറബ് ഓതുന്ന ഒരാളിൽ 3-ാമത്തെ ആയത്തൊന്ന് ഓതാൻ പറഞ്ഞാൽ അതിൽ ഇഞ്ചിയിൽ ഫുർഖാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചർച്ച നിങ്ങള് പറയുന്ന പോലെ ആയത്ത് ഓതിയിട്ട് അതിലുണ്ടോ നോക്ക്. തൗറാത്ത് ഇഞ്ചിയിൽ വന്നിട്ടുണ്ടോ നോക്ക്. നമ്മള് വെറുതെ തല്ലുകൂടിയിട്ട് കാര്യമില്ലല്ലോ. 3-ാമത്തേന്റെ അകത്ത് ഉണ്ടോന്ന് ചോദിച്ചു. 3-ാമത്തേന്റെ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇനിയും പറയാം 4-ാമത്തേന്റെ അകത്ത് ഉണ്ടോന്ന്. എന്താ ഞാൻ ഇങ്ങനെ മാറ്റി 3-ാമത്തെ ഞാനിവിടെ വായിച്ചു, അറബും വായിച്ചു, മലയാളം വായിച്ചു. അതിന്റെ അകത്ത് തൗറാത്ത് ഇഞ്ചീലുണ്ടോ? ഉണ്ട്. 4-ാമത്തേന്റെ അകത്തോ? 4-ലില്ല. ഈ ജമാല് നാലിലും തൗറാത്തും ഇഞ്ചിയിലൊന്നും ഉണ്ടെന്നേ ദേ കിടക്കുന്നു ഇവിടെ. ഇനി വേറൊരു കാര്യം, ഈ 4-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് 3-ന്റെ ബാക്കിയായിട്ടാണോ അതോ 3 അവിടെ കൊണ്ട് തീർത്തിട്ട് 4 സെപ്പറേറ്റ് ആയിട്ടാണോ തുടങ്ങുന്നത് ജമാലെ? ഞാനതെല്ലാം പറഞ്ഞ സമ്മതിച്ചു. എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ. 3-ന്റെ ബാക്കിയായിട്ടാണോ 4 തുടങ്ങുന്നത് അതോ 3 അവിടെ കൊണ്ട് തീർത്തിട്ട് 4 സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങുകയാണോ? ഇതൊന്നും ഒരു പ്രശ്നമല്ല, നിങ്ങൾ പറഞ്ഞാൽ സമ്മതിച്ചു, വിട്ട് കേസ് വിട്ടു. അതിൽ അറബിലില്ല എന്ന് പറയുമ്പോ നിങ്ങൾക്ക് വിശ്വാസമാവില്ലല്ലോ. 4 വായിക്കുന്നില്ല ആരും. പോട്ടെ, സാരല്ല. 4-ന്റെ കാര്യമല്ല ഞാൻ ജമാലിനോട് 4-ന്റെ കാര്യമല്ല ജമാലിനോട് നാളുമായിട്ട് ആ 4-ന്റെ കാര്യം ഒന്ന് സംസാരിക്കേ. ഞാൻ 4-ാമത്തെ ആയത്തൊന്ന് വായിച്ചുതരാം. 4-ാമത്തെ ആയത് മിൻ ഖബ്ല ഹുദൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് 3-ന്റെ ബാക്കിയായിട്ടാണോ അതോ 3-ന്റെ അവിടെ ഫുൾ സ്റ്റോപ്പ് പറയുന്ന കേൾക്ക് സുഹൃത്തേ. പറഞ്ഞില്ലേ പിന്നെന്താ വെറുതെ സമയം കളയുന്നതിന്? കേട്ടില്ലല്ലോ, പിന്നെ ചുമ്മാ വെറുതെ പറഞ്ഞിട്ടല്ല. 3 അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടാണോ 4 തുടങ്ങുന്നത് അതോ 3-ന്റെ ബാക്കിയായിട്ടാണോ മിൻ ഖബ്ല ഹുദൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്? അവിടെ കൊണ്ട് തീരുകയാണ്. മാനവരാശിക്ക് ഒരു മാർഗദർശിയായി അതൊന്ന് പറഞ്ഞ ഇറക്കിയതിന്റെ 4-ാമത്തേന്റെ അകത്ത് ഇഞ്ചിയിലും എന്ന് എഴുതിയിട്ടുണ്ടോ? ഞാൻ ഒന്ന് വായിച്ചു തരാം നിങ്ങൾക്ക് സംശയം തീർക്കാൻ. ഓക്കെ. മിൻ ഖബ്ലു ഹുദൽ ലിന്നാസി വ അൻസലൽ ഫുർഖാൻ. ഇവിടെ ഫുർഖാനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നല്ലദീന കഫറു ബി ആയാത്തില്ലാഹി ലഹും അദാബുൻ ശദീദ്. ലിൽനാസി കഴിഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്.
പിന്നെ അടുത്ത സെന്റൻസ് ആണ് വരുന്നത് വ അൻസല. ഓക്കെ, അത് അടുത്ത സെന്റൻസ് ആണ് കേട്ടോ. വ അൻസല എന്ന് പറഞ്ഞിട്ടേ വ അൻസല എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് ആരംഭിക്കുകയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. ലിന്നാസി കഴിഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പ്. അവിടെ നിൽക്കുക, അവിടെ ഫുൾ സ്റ്റോപ്പ് ജമാലെ. എവിടെ ഫുൾ സ്റ്റോപ്പ്? എന്ത് ഫുൾ സ്റ്റോപ്പ്? ലിൽനാസി കഴിഞ്ഞ ഫുൾ സ്റ്റോപ്പ്. മിൻ ഖബ്ല ഹുദൻ ലിൽനാസി ഫുൾ സ്റ്റോപ്പ് ആണ്. വ അൻസല അൽ ഫുർഖാൻ. കേട്ടോ? അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓതി പഠിക്കേ. തജ്വീദൊക്കെ ഒന്നുകൂടെ ഒന്ന് പോയിട്ടേ ഓതി പഠിക്കേ. ഇന്നല്ലദീന കഫറു ബിആയാതില്ലാഹി ലഹും അദാബുൻ ശദീദ് വല്ലാഹു അസീസുൻ ദുൻതിഖാം. ഇതാണ് അവിടെ ഉള്ളത്. ഇതില് അപ്പം സംഭവം ഇതാണ് സഹോദരന്മാരെ. അറബിയില് 1, 2, 3, 4 അതിനകത്ത് 3, 4 ഒറ്റ ഇതായിട്ടാണ് കൊടുത്തേക്കുന്നത്. വാക്യത്തിന് നമ്പർ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒറ്റ ഇതാണ് കൊടുത്തേക്കുന്നത്. അതായത് മൂന്നാമത്തെ ആയത്ത് തീരുന്നതിനോട് ചേർത്ത് തന്നെ മിൻ ഖബ്ലു, ഇത് മുൻപ് തന്നെ ഒരു മാർഗദർശിയായി മുൻപ് മുതൽക്കേ എന്നുള്ളതാണ് കൊടുത്തേക്കുന്നത്. അത് നമ്മുടെ ജമാല് കുറച്ചു മുമ്പ് പറഞ്ഞ സംഭവമല്ല. ഓക്കെ, പണ്ട് മുതൽക്കേ ഒരു മാർഗദർശിയായി തൗറാത്തും ഇഞ്ചിയിലും വന്നതിന്റെ കാര്യം താങ്കൾ പറഞ്ഞു മാർഗദർശനമായിട്ട് ഇറക്കിയത് ഖുറാനാണെന്നാണ് പറഞ്ഞത്. ശരിയല്ലേ ജമാലെ? മനുഷ്യർക്ക് മാർഗദർശനത്തിനായി സത്യാസത്യ വിവേചനമുള്ള പ്രണാമം ഇതിനു മുമ്പല്ലേ? ഇതിനു മുമ്പ് ഇറക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അംഗീകരിച്ചാലേ മുസ്ലിം ആവുള്ളൂ. അയ്യോ, ഇയാൾ എന്ത് കള്ളത്തരം. ലൈവ് പോണം. ലൈവ് പോകുന്നുണ്ടോ? ഇതിന്റെ പോണ്ടതാണ്. അത് നിങ്ങൾ ഓഫ് ചെയ്യരുത്. അല്ല, ലൈവ് ഇതിപ്പോ അടുത്ത ദിവസം എന്റെ യൂട്യൂബിൽ വരുമ്പോഴത്തേനും മനസ്സിലാവും ഇല്ലയോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. മൊത്തം ഇവിടെ വരുന്നതല്ലേ. അതവിടെ നിൽക്കട്ടെ. കാര്യം കേട്ടിട്ട് കേട്ടിരിക്കണോ? അത് തന്നെ കാര്യം കിട്ടട്ടെ. അത് വെച്ചോണ്ട് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കല്ലേ. ഇതിപ്പോ 4ാമത്തെ ആയതില് ഇതുണ്ടെന്ന് പറഞ്ഞത് നിങ്ങൾ കള പറയണത് അത് 4 കേക്കട്ടെ. അത് തന്നെ കള്ളത്തരം പറഞ്ഞ മുഹമ്മദിന്റെ ജമാലിലൂടെ എല്ലാരും കേൾക്കട്ടെ. ജമാല് കുറച്ചു മുമ്പേ പറഞ്ഞു ഈ എന്താ മാർഗദർശനമായിട്ട് ഖുറാൻ ഇറക്കിയെന്ന്. പക്ഷെ ഈ ഖുറാന്റെ അകത്ത് തന്നെ പറയുന്നു ഇഞ്ചിയിലും തൗറാത്തും ഇറക്കിയെന്ന് മനുഷ്യർക്ക് മാർഗദർശനമായിട്ട്. ഇഞ്ചിലും ഖുർആൻ ഇറക്കിണ്ട്. അത് നിങ്ങളുടെ കയ്യിലില്ലെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ? നിങ്ങളുടെ ഇരിക്കുന്ന ആ ചവറ്, നിങ്ങളുടെ ഇപ്പൊ ഇരിക്കുന്ന ചവറ് ഖുർആൻ അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ബൈബിളിൽ തന്നെ പറയണ ആ സാധനത്തിന്റെ പേര് ഖുർആനിലില്ല. ഒരു ആ പരിസരത്തെ വന്നിട്ടില്ല മുസ്ലിമീങ്ങൾക്ക്. ഖുറേഷികൾക്ക് വേണ്ടി ഇറക്കി കൊടുത്ത ആ പുസ്തകം അല്ലാതെ നിങ്ങളുടെ ഇരിക്കുന്ന ഖുറേഷികൾക്ക് വേണ്ടി ഇറക്കി കൊടുത്തതല്ലാതെ നിങ്ങളുടെ ചവറ് അല്ല ഞാൻ ചോദിക്കുന്നത്. ഖുറേഷ് കൊടുത്തിരിക്കുന്ന ആ ചവറ് ഖുറാൻ അല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ഇരിക്കുന്ന ഖുറാനും അല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ അകത്ത് മനുഷ്യർക്ക് മാർഗദർശനമായിട്ട് ഇഞ്ചിയിലും തൗറാത്തും ഇറക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഇഞ്ചിയിലും തൗറാത്തും എന്ത് ചെയ്യും ജമാലെ? ഇഞ്ചിയിലും തൗറാത്തും മാത്രമല്ല, സബൂർ ഇറക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ ഏടുകൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഏടുകളും അവിടെ ചവടുകളും ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് ഇബ്രാഹിമിനെടുത്ത് ഇറക്കി കൊടുത്ത ഏടുകൾ എന്ന് പറഞ്ഞുള്ള ആയത്തല്ല, അതവിടെ കിടക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് മനുഷ്യർക്ക് മാർഗദർശനമായിട്ട് ഖുറാനാണ് ഇറക്കിയെന്ന് ജമാല് പറഞ്ഞു. ഇപ്പോഴിവിടെ പറയുന്നത് ഇഞ്ചിയിലും തൗറാത്തും ഇറക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ പേര് ഇഞ്ചിയിലും ഖുർആൻ. അന്നത്തെ അവസ്ഥ, അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ പ്രവാചകന്മാർക്ക് ഇഞ്ചിയിലും തൗറാത്തുമാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടെ കഴിഞ്ഞില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞോ? നിങ്ങൾ പറയുന്നു ഇന്ന് ജമാൽ ഒരേ വായും കൊണ്ട് പല വർത്താനമുള്ള ജമാലെ പറയുന്നത്. ഇപ്പൊ മുഹമ്മദ് വന്നതിന് ശേഷം അത് കഴിഞ്ഞെന്ന് പറഞ്ഞു. അന്നാ മുഹമ്മദ് വന്നതിന് ശേഷം തൗറാത്തും ഇഞ്ചിയിലും കഴിഞ്ഞു എന്ന് പറഞ്ഞ ഖുറാനായത്ത് തന്നിട്ട് ഇനി സംസാരിച്ചാൽ മതി ജമാലെ. ഇത് ഈ ആയത്തന്നെ മതിയല്ലോ. ഈ 2 ആയത്ത് പോരെ? അവൻ ഈ വേദഗ്രന്ഥത്തെ മുൻവേദങ്ങളെ, അതായത് മുൻവേദം പറഞ്ഞ കഴിഞ്ഞു പോയ സംഭവങ്ങള്. ഏതാ സംഭവം? ഏതാ കഴിഞ്ഞു പോയ വേദങ്ങൾ? ഏതാ കഴിഞ്ഞു പോയ വേദങ്ങൾ? ഏതാ? അതല്ലേ തൗറാത്തും ഇഞ്ചിയിലും പറയുന്നത്. ഇഞ്ചിയിലും അതിന് എന്ത് മുൻവേദങ്ങളാണ്? മുൻവേദങ്ങൾ ശരി. മുൻവേദങ്ങളെ എന്ത്? മുൻവേദങ്ങളെ ഒഴിവാക്കപ്പെട്ടുകൊണ്ടാണോ ഇപ്പൊ ഖുർആൻ ഇറക്കിയിരിക്കുന്നത്? ഖുർആൻ ഇറങ്ങിയ നമ്മള് 1ാം ക്ലാസ്സിൽ പഠിച്ച പിന്നെ ബുക്കും ഇതും പിന്നെ നമുക്ക് എടുത്തു നോക്കാൻ പാടില്ല. എടുത്തു നോക്കണതിന് എന്താ പ്രശ്നം? എടുത്തു നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ 1ാം ക്ലാസ് പഠിക്കുന്ന എടുത്തു വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഓർമ്മയിൽ ഇരിക്കുന്നതല്ല ഇവിടുത്തെ ചോദ്യം. ഈ മുൻവേദങ്ങളെ ഖുർആൻ ഇറക്കിയതാ അതോ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടോ ശരി വെച്ചുകൊണ്ടാണോ? ഈ ആയത്തന്നെ മതി നിങ്ങൾക്ക്. ഈ അതായത് അവൻ ഈ വേദഗ്രന്ഥത്തെ മുൻവേദങ്ങളെ
ശരിവെക്കുന്നതായിട്ടുണ്ട്. ഈ വേദഗ്രന്ഥത്തെ മുൻ വേദങ്ങളെ ശരിവെക്കുന്നതായിക്കൊണ്ട് ഈ വേദഗ്രന്ഥം കൊണ്ടാണ് തൗറാത്തും ഇഞ്ചീലൊക്കെ ഒഫീഷ്യലായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇതും വിശ്വസിക്കില്ലായിരുന്നു. അവൻ ഖുറാനെ സത്യമായി അതിനും ഒരു മിനിറ്റ് ഞാൻ ഖുറാനായത് വായിച്ചൊന്ന് വായിക്കട്ടെ. അതിന് ഖുറാനായത്തൊന്ന് വായിക്കട്ടെ. ഞങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നത് ജമാലെ അവൻ ഖുറാനെ സത്യസന്ധമായും അതിന്റെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ താങ്കൾക്ക് ഇത് വിശ്വസിക്കുന്നുണ്ടോ ജമാല്? ഈ വേദഗ്രന്ഥത്തെ മുൻ വേദങ്ങളെ ശരിവെക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ തൗറാത്തും ഇഞ്ചിയിലും ഞങ്ങൾ ശരിവെക്കുന്നത്. ഈ ഖുർആൻ പറയുന്നത് കൊണ്ട് മാത്രം. ബൈബിളൊന്നും അതിന്റെ 7 അയലത്ത് വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവം ഈ ഖുറൈശ് ആ പുസ്തകവും നിങ്ങളുടെ ഇരിക്കുന്ന ഖുർആൻ ഒന്നും മുഹമ്മദിന്റെ പരിസരത്ത് പോലും 7 അയലത്ത് പോലും വന്നിട്ട്. അതൊക്കെ ചവറാണ്, വെറും വേസ്റ്റ് കൂനെയാണത്. കണ്ടില്ലേ അവിടെ നിന്നൊക്കെ വാരിയെടുത്ത പുസ്തകങ്ങളാണ്. ദേഷ്യം കൊണ്ട് പറയണതും ജമാലെ മതവാദികളുടെ സ്വഭാവമായിട്ട് എന്റെ അടുത്തേക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. സത്യമാണ് പറഞ്ഞത്. അല്ല ഞാന് ജമാലെ ഞാന് സത്യം അല്ല ഏത് രീതിയിൽ ജമാൽ ഇങ്ങോട്ട് സംസാരിക്കുന്നു അതേ രീതിയിൽ ഞാൻ അതേ നാണയത്തിൽ തിരിച്ച് ഞാൻ ജമാലിനോട് സംസാരിക്കും. ആ ഒരു മാറ്റവും ഇല്ല. ഇനി എന്റെ തല വെട്ടിക്കളയുന്നത് കൊണ്ട് വന്നു കഴിഞ്ഞാലും ഇവിടെ ഞാൻ പറയണേ ഞാൻ പറയട്ടെ ഞാൻ ഏതെങ്കിലും രീതിയിൽ മോശമാക്കി ഇങ്ങോട്ട് ജമാല് സംസാരിച്ചാൽ അതേ നാണയത്തിൽ ഞാൻ തിരിച്ച് സംസാരിക്കും. അതല്ല മര്യാദക്കാണെങ്കിൽ ഒക്കെ ഒരു ഓക്കെ. ഞാനിവിടെ ഖുർആന വായിക്കുന്നു. ഞാൻ തല്ലോട് നിങ്ങളോട് തർക്കിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നത് ഞാനത് വായിക്കുന്നു. അജീഷ് ബ്രദർ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു സെക്കൻഡ്. അജീഷ് ബ്രദർ ഈ വോയിസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട്. അത് കട്ടാവണമെങ്കിൽ ഉടനെ ഒന്ന് പറഞ്ഞേക്കണേ. അല്ല ഇപ്പൊ 3-4-5 വട്ടം പോയി. ആണോ? ഓക്കെ ഓക്കെ. ഇനി അത് ഉണ്ടാകാതെ എന്റെ ഈ കോഴിന്യൂസ് ഈ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കാന്നേ. അതാകുമ്പോഴത്തേന് ഇത് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോയി. ഞാൻ ഹെഡ്സെറ്റ് മറ്റേ ബ്ലൂടൂത്ത് ആണ്, അത് മാറ്റിയിട്ട് ഇപ്പൊ ഞാൻ മറ്റേ സാധാരണ ഇതാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ കോഴിന്യൂസ് വിളിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്തുമായിട്ടുള്ള ആ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, ഇത് വിളിച്ച് 3-4 പ്രാവശ്യം അടുപ്പിച്ച് വിളിക്കുമ്പോഴത്തേന് അത് കട്ടായി പോയി. ഇപ്പൊ ഞാൻ വേറെ ഒന്നും എടുത്ത് കുത്തിയിരിക്കുകയാണ്. ഇതിന്റെ വോയിസ് ഇനിയും അങ്ങനെ ആവുകയാണെന്നുണ്ടെന്ന് പറയണേ. ഞാൻ അല്ലാതെ മൊബൈലിൽ കൂടെ സംസാരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഖുറാനെ സത്യസന്ധമായും അതിന്റെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതായും താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ഇതിനു മുമ്പ് ജനങ്ങൾക്ക് മാർഗദർശനത്തിനായി തൗറാത്തും ഇഞ്ചിയിലും അവൻ അവതരിപ്പിച്ചിട്ടുണ്ട്. സത്യാസത്യ വിവേചനമായ ഗ്രന്ഥത്തെ അവൻ അവതരിപ്പിച്ചു. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവർക്ക് തീർച്ചയായും കഠിനമായ ശിക്ഷയാണ്. അള്ളാഹു അജയ്യനും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നവനും ആകുന്നു. ഇതാണ് എൻ്റെ ഇരിക്കുന്ന ഖുറാന്റെ ഒരു പരിഭാഷയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ എൻ്റെ ചോദ്യം, ഈ ഖുറാൻ അല്ലാതെ ജനങ്ങൾക്ക് മാർഗദർശനത്തിനായിട്ട് തൗറാത്തും ഇഞ്ചിയിലും ഇറക്കിയായിരുന്നോ ജമാലെ? ജമാലെ ഒരു മിനിറ്റ്, ഒരു 2 മിനിറ്റ് ഞാൻ വരാം. എന്റെ ദൈവം മഹത്വത്തിൽ ജീവിക്കും മാതു ഞാൻ 2 മിനിറ്റ്. പുള്ളി പോയല്ലോ, പുള്ളി വരട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. സംപൂജ്യരായ കലാസ്നേഹികളെ, ഈ ഞങ്ങളുടെ വാക്കുകളെ ശ്രദ്ധയോടെ കേട്ടിരുന്ന് നിങ്ങൾ ആസ്വദിക്കുകയും കമന്റുകൾ ഇടുകയും ഇട്ട് തരികയും ചെയ്ത എല്ലാ സംഘാടകർക്കും, കേട്ടുനിന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും, എന്നെ വിളിച്ച് ബുദ്ധിമുട്ട് പക്ഷാൽ കോഴിന്യൂസിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. മാർഗദർശനം തന്നത് തൗറാത്തുൽ ഇഞ്ചീലുമാണെന്ന് ഖുറാൻ്റെ അകത്ത് പറഞ്ഞിരിക്കേ, ആ തൗറാത്തുൽ ഇഞ്ചീൽ എവിടെ പോയെന്ന് മുസ്ലിങ്ങൾക്കറിയില്ല. എന്നാൽ ഖുറൈശികൾക്ക് ഇറക്കി കൊടുത്തിരിക്കുന്ന ഖുറാൻ എവിടാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കമ്മിറ്റി അംഗങ്ങൾ ശ്രദ്ധയോടെ അവൻ്റെ കോഴിന്യൂസിനെ പിടിച്ച് ഏതെങ്കിലും കൂട്ടിലടച്ച് അവന് മുൻകീറിനെ നക്കീറിൻ്റെ അടി മേടിക്കാതെ രക്ഷപ്പെടുത്തി കൊടുക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.